ഇപ്പോൾ ലൈവിനകത്ത് സിജോയും നോറയും തമ്മിലുള്ള ഒരു ഹെൽത്തി ഫൈറ്റ് ആയിരുന്നു. ആ സംഭവം വേറൊന്നുമല്ല, ഇന്നലെ ലാലേട്ടൻ അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ. അപ്പൊ അതിൽ 3 മിനിറ്റ് മാത്രമായിരുന്നു സമയം. ആക്ടിവിറ്റി ഏരിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. നോറയും സിജോയും പോയപ്പോ സിജോയെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ചീവീട് നോറ കടന്ന് ചീവീട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് നോറ മുഴുനീളം ഡയലോഗും എസ്സയും അടിച്ചോണ്ടേയിരുന്നു. സിജോയ്ക്ക് സ്വാഭാവികമായിട്ടും കുരു പൊട്ടും. കാരണം വേറുള്ളവരുടെ സ്പേസിൽ കയറി സിജോ നോറയെ പോലെ ശബ്ദം ഉണ്ടാക്കാറില്ല. സ്വന്തം സ്പേസിൽ നല്ല പോയിന്റുകൾ വെച്ചിട്ടാണ് സിജോ അടിക്കാറുള്ളത്. നോറയ്ക്ക് ഒരിക്കലും പോയിന്റുകളില്ല, കഥനകഥകൾ മാത്രമേ ഉള്ളൂ, വളഞ്ഞു മൂക്കിൽ പിടിക്കുന്ന രീതിയിലുള്ള കഥനകഥകൾ. അപ്പോ സിജോ ഇന്ന് ആ ഒരു കാര്യം ചോദ്യം ചെയ്യുന്നു. നോറ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല, നോറ ചില വാക്കുകൾ മാത്രം വിഴുങ്ങിയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഇതിന്റെ കുറെ ഉദാഹരണങ്ങൾ സിജോ പറയുന്നുണ്ട്. നോറ വന്ന ദിവസം മുതലുള്ള കുറെ ഉദാഹരണങ്ങൾ എടുത്തിടുന്നുണ്ട്. നോറയുടെ എതിരാളികളായിട്ടുള്ള ജാസ്മിനും ജിൻഡോയും ഫൈറ്റ് ചെയ്തപ്പോൾ മാറി നിന്ന് ചിരിച്ചിട്ട് ലെറ്റ് ദം ടോക്ക് എന്ന് പറഞ്ഞതും, പിന്നെ റോക്കി പ്രശ്നത്തിൽ നോറ എണ്ണ ഒഴിച്ചതും, അതുപോലെ ഋഷി ശരണ്യ ക്ലാഷിനെ കുറിച്ചും ഒക്കെ സിജോ പറയുന്നുണ്ട്. അതിലെല്ലാം നോറ വഹിച്ച പങ്കിനെ സിജോ കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. പിന്നെ റോക്കി പ്രശ്നത്തെ സിജോ വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ ബ്രേക്കിന് പോയ സമയത്ത് കിച്ചൺ ഏരിയയിൽ പോയിട്ട് അല്ലെങ്കിലും സിജോ ക്രെഡിറ്റ് എടുക്കുന്ന ആളാണ് എന്ന് പറയുന്നു സിജോ. അതാണ് റോക്കിക്ക് കൊണ്ടതെന്നും സ്ട്രൈക്ക് ചെയ്തതെന്നും അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതും എന്നാണ് സിജോയുടെ വിലയിരുത്തൽ. സിജോ പറഞ്ഞ പോയിന്റുകളെല്ലാം വളരെ കറക്റ്റ് ആണെന്ന് ലൈവ് കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയും. സിജോയുമായിട്ട് ഈ ഒരു ചർച്ച ഉണ്ടാവുമ്പോൾ പോലും നോറ വെറുതെ കിടന്ന് ട്രിഗർ ആവുകയാണ്. താൻ വളച്ചൊടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു വളച്ചൊടിക്കലും ഇല്ല. നോറയുടെ എല്ലാം എക്സ്പോസ്ഡ് ആണ്. ഭാഗ്യം കൊണ്ട് മാത്രം അവിടെ നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഗെയിമർ ആയിരുന്നിട്ട് കൂടി നോറയ്ക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സിജോ റോക്കിയെ മെന്റലി അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞ ആളാണ് നോറ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞ് സ്വന്തം കുടുംബത്തെ പോലും കരുവാക്കുന്ന ഒരു മത്സരാർത്ഥി സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത്? സിജോ ഇപ്പൊ അവിടെ ഇരുന്ന് പറഞ്ഞ ഓരോ പോയിന്റും പ്രേക്ഷകര് നോറയോട് പറയാൻ ആഗ്രഹിച്ചതാണ് എന്ന് ഞാൻ പറയും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നോറ ടോപ്പ് 5 പോയിട്ട് ടോപ്പ് 7 പോലും നിൽക്കാൻ ഡിസേർവിംഗ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്.